നമുക്കറിയാം, രാജ്യത്തെ പ്രമുഖ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ സാധ്യമാക്കിയ മലയാളി വിദ്യാർത്ഥികളിൽ 80% വിദ്യാർത്ഥികളും പാലാ ബിർലൻഡിലെ ചുണക്കുട്ടികളാണ്. അതിൽ ഒരേ ക്ലാസ് റൂമിലിരുന്ന്, ഒരേ ഹോസ്റ്റലിരുന്ന്, എന്തിനേറെ പറയുന്നു, ഒരേ ബെഞ്ചുകളിലിരുന്ന് പഠിച്ച കുട്ടികൾ MBBSന് അഡ്മിഷൻ നേടിയ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയ കുറച്ച് കുട്ടികളെയാണ്. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരേ ഹോസ്റ്റലുകളിൽ നിന്ന് പഠിച്ച് ഇപ്പോൾ മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരുമിച്ച് അഡ്മിഷൻ സാധ്യമാക്കിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഒരു ഹോസ്റ്റൽ മെമ്മറീസ് അവർ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. TDMCയിൽ ഞാൻ വന്നപ്പോഴത്തേക്കും, ആദ്യം വന്നപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ റൂംമേറ്റും റിസ്വാന എന്നാണ് കുട്ടിയുടെ പേര്, ആ കുട്ടി ഞാനും ഒരേ കോളേജിൽ തന്നെ എത്തി എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് ആൾക്ക് ഹയർ ഓപ്ഷൻ കിട്ടി, കോട്ടയത്തേക്ക് പോയി. എന്നാലും നമുക്ക് ഇത്രയും കുട്ടികളുണ്ടല്ലോ ഇവിടെ, അവരോട് അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറയാം. സിന്ധുര, ഞാൻ ഹോസ്റ്റലായിരുന്നു പഠിച്ചത്. അപ്പോൾ എൻ്റെ റൂം 307C, ഇവള് 306, ഇവള് 308. നമ്മൾ ഒരേ ബാച്ച് ആയിരുന്നു. പിന്നെ ആലിയ, ഫാത്തിമ, ജമീന് വേറെ വേറെ ബാച്ച് ആയിരുന്നു. പക്ഷെ 4-5 പേരും ഹോസ്റ്റലിൽ തന്നെയായിരുന്നു. പിന്നെ ഇവരുടെ തന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ റൂമിന് പുറത്തേ കണ്ടിട്ടില്ല, ക്ലാസ്സിൽ പോകുമ്പോൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഗൗരീന്റെ റൂമിന് പുറത്തേ കണ്ടിട്ടില്ല. ഇവളും പിന്നെ നമ്മള് അടുത്തടുത്ത റൂമായിരുന്നു. പിന്നെ ഇന്ന് എത്നിക് ഡേയിൽ വന്നപ്പോഴാണ് ശരിക്കും ഗൗരി ഡാൻസ് കളിക്കും, ഇവള് പാട്ട് പാടുന്നു ഞാൻ അറിയണത്. ഇവരെ നമ്മൾ മെസ്സിലും കാണുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. പിന്നെ തുണി കളിക്കാൻ പോകുമ്പോ കാണുമായിരുന്നു. അപ്പൊ എല്ലാവരും ഇവിടെ അറിയുന്നവരെ കണ്ടപ്പോ നല്ല സന്തോഷമായിരുന്നു. ഞാൻ എമറാൾഡിലായിരുന്നു. എമറാൾഡിൽ ഒരുപാട് പേരുണ്ട് ഇവിടെ. ഇതില് വൈഷ്ണയും ഞാനും സെയിം ഫ്ലോർ ആയിരുന്നു. വൈഷ്ണേനെ ഞാൻ കണ്ടിട്ടുള്ളത് എപ്പോഴും പഠിക്കുന്ന, എപ്പോഴും ബുക്ക് പിടിച്ച് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഒരു തവണ ഇവളുടെ പ്രോഗ്രസ് കാർഡ് കണ്ടു, അപ്പം ഫുൾ A+. അപ്പം ഞാൻ ഇങ്ങനെ ഇംപ്രസ്ഡ് ആയി, അങ്ങനെ ഫാനായി വൈഷ്ണയുടെ. അങ്ങനെയാണ് വൈഷ്ണേനെ എനിക്ക് അറിയുന്നത്. വൈഷ്ണയായിട്ട് ഞാൻ അത്ര കമ്പനി ആയിരുന്നില്ല, ഇവിടെ വന്നതിന് ശേഷം കമ്പനി. പിന്നെ ഫാത്തിമയും ഞാനും സെയിം ക്ലാസ്സിൽ, സെയിം ബെഞ്ചിൽ, സെയിം ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ ഇവളുടെ കൂടെ തന്നെ സെയിം കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ 3rd അലോട്ട്മെന്റിലാണ് ഇവിടെ വന്നത്. എന്തായാലും എൻ്റെ ആഗ്രഹം പോലെ നടന്നു. പിന്നെ ഗംഗ, പിന്നെ ഫയറോസ്, ഞങ്ങൾ 4 പേരാണ് എമറാൾഡിൽ ഉണ്ടായിരുന്നത്. ഇവരൊക്കെ അറിയാമായിരുന്നു, പക്ഷെ ഇവിടെ എത്തിയതിന് ശേഷമാണ് മറന്നുപോയി, പിന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവര് ഇവിടെ എത്തിയ പിന്നെയാണ് ഇത്ര കമ്പനി ആയത്. ഞാൻ ആക്ച്വലി നമ്മുടെ ഓറിയന്റേഷൻ ടൈമിൽ രശ്മി ആബ്സെന്റ് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. രശ്മി എൻ്റെ റൂംമേറ്റ് ആണ് ആയിരുന്നു. പിന്നെ രശ്മിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾ കുറേ ഫൺ എലമെന്റ്സ് കുറേ ഉണ്ട്. അതിൽ ഇടയ്ക്ക് ഈ രശ്മി അപ്രത്യക്ഷയായിരുന്നു. ഈ ഓപ്പോസിറ്റ് റൂംസിലൊക്കെ രശ്മിയുടെ ബാച്ച്മേറ്റ്സ് R31. ഞാൻ നോക്കുമ്പോൾ ഇടയ്ക്ക് അവിടെയൊക്കെ ഒരു ഡാൻസും കൂത്തും വേറെ രൂപത്തിലൊക്കെ കൃഷ്ണന് രാധയൊക്കെ ആയിട്ട് ഡോറൊക്കെ തുറന്ന് നിൽക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ ഒരേ മ്യൂസിക് ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങളുടെ ബേസിക് പരിപാടി ഈ പഠിക്കാൻ വന്നാണെങ്കിലും ഇടയ്ക്കൊക്കെ പാട്ട് കേട്ട് ഇങ്ങനെ നടക്കുന്നതായിരുന്നു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.